അതേസമയം വ്യാജ ആധാർ കാർഡ് ആരോപണത്തിൽ കെ.സി. വേണുഗോപാലിന് വക്കീൽ നോട്ടീസ്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷാണ് നോട്ടീസ് അയച്ചത്. പ്രസ്താവന പിൻവലിച്ച് ഖേദപ്രകടനം നടത്തണമെന്നാണ് നോട്ടീസിൽ ഉള്ളത്. കെ ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, അങ്ങനെ ഈ വിഷയം, അതായത് ഈ വ്യാജ ID കാർഡ് വിവാദം കൂടുതൽ ആളിപ്പടരുകയാണോ ചെയ്യുന്നത്? കെ.സി. വേണുഗോപാലിന്റെ പ്രതികരണം പിന്നീട് നമ്മൾ കേട്ടു. കാരണം കെ.സി. ഇത്തരം CPM-ന്റെ നടപടികളെയും നോട്ടീസ് അയച്ചാൽ വക്കീൽ നോട്ടീസ് അയച്ചതിനെയൊക്കെ തള്ളിക്കളഞ്ഞ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് കെ.ബി? പയ്യന്നൂർ മണ്ഡലത്തിലേക്ക് കല്യാശ്ശേരിയിൽ നിന്ന് നിരവധി ഇരട്ട വോട്ടുകൾ ചേർക്കാനുള്ള ശ്രമം CPM നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കുന്നു, ആധാർ കാർഡുകൾ ഉണ്ടാക്കുന്നു എന്നുള്ളൊരു ആരോപണം കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ ഉന്നയിച്ചത്. പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ 3-ാം നിലയിൽ വെച്ചാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുകൂടി കെ.സി. വേണുഗോപാൽ പറയുകയുണ്ടായി. ഇത് CPM-നെ, പ്രത്യേകിച്ച് കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തെ വല്ലാതെ അവമതിപ്പുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് CPM ജില്ലാ നേതൃത്വം. കെ രാഗേഷ് ജില്ലാ സെക്രട്ടറി നേരിട്ട് കെ രാഗേഷ് ഇപ്പോൾ കെ.സി. വേണുഗോപാലിനോട് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതായത് ഈ വിഷയത്തിൽ അവാസ്തവമായി പറഞ്ഞ് ഈ കാര്യം പിൻവലിച്ച് ഖേദപ്രകടനം നടത്തണമെന്നാണ് നോട്ടീസിലെ ആവശ്യം. അല്ലാത്ത പക്ഷം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് കൂടി പറയുന്നുണ്ട്. ഏതായാലും കെ.സി. ഈ ആരോപണം ഉന്നയിച്ചപ്പോൾ തന്നെ ഇതിൽ എന്തെങ്കിലും തെളിവ് കോൺഗ്രസിന്റെ പക്കലുണ്ടോ എന്നുകൂടി ചോദിക്കുകയുണ്ടായി മാധ്യമപ്രവർത്തകർ. പോലീസ് അന്വേഷിക്കുകയാണെങ്കിൽ എല്ലാ തെളിവും നൽകാൻ തയ്യാറാണ് എന്നാണ് കെ.സി. വേണുഗോപാൽ പറയുന്നത്. ഏതായാലും ഇതൊരു പരാതിയായിട്ടൊന്നും ഇതുവരെ പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നാൽ, അന്വേഷണം ഉണ്ടായാൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് തെളിവുകൾ സമർപ്പിക്കുമെന്ന് കൂടി കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ CPM നേതാക്കൾ ഇപ്പോൾ M.V. ജയരാജന്റെ പ്രതികരണം കേട്ടു. E.P. ജയരാജൻ കൂടി ഈ വിഷയത്തിൽ കെ.സി. വേണുഗോപാലിനെതിരെ വന്നിട്ടുണ്ട്. അതായത് കോൺഗ്രസിന്റെ ഉന്നത പദവിയിലിരിക്കുന്ന നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇരിക്കുന്ന പദവിയുടെ വില കളയരുത് എന്നാണ് E.P. ജയരാജൻ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഒന്നടങ്കം CPM നേതൃത്വം ഒന്നടങ്കം, പ്രത്യേകിച്ച് കണ്ണൂരിലെ പാർട്ടി നേതൃത്വം ഒന്നടങ്കം കെ.സി. വേണുഗോപാലിനെതിരെ ഇന്നത്തെ ദിവസം രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ പ്രത്യേകിച്ച് CPM വിട്ടുവന്ന പ്രധാനപ്പെട്ട നേതാക്കളാണ് UDF പിന്തുണയോട് കൂടി തന്നെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തീപാറുന്ന പോരാട്ടമാണ്. അതിനിടയിലാണ് ഇത്തരം ആരോപണങ്ങളും അതിനുള്ള നിയമ നടപടികളും പ്രത്യാരോപണങ്ങളും ഒക്കെ രംഗത്ത് വരുന്നത്.